നമസ്കാരം. ദാനി സ്പേസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് LD Clerk പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 5 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 13/2024 അതിന് പ്രകാരമുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഓക്കെ, നമ്പർ 1, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ഡി, ശ്രീ യു ഷറഫ് അലി. നെക്സ്റ്റ് 1, ചന്ദ്രയാൻ 3ൻ്റെ ലാഡറിലെ പൊലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഷേപ്പ്. അടുത്തത് 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആൻസർ ഓപ്ഷൻ സി, പി വത്സല. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, EMS നമ്പൂതിരിപ്പാട്. അടുത്തത് 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, നീളുറങ്ങുന്ന വഴികൾ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഓഗസ്റ്റ് 23. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ ഓപ്ഷൻ ബി, TK മാധവൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ സി, സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ ഡി, വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? ഉൾപ്പെടാത്തത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്, 3 മാത്രം. ഓപ്ഷൻ എ ആണ് ആൻസർ, 3 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഗോദാവരി. ഓപ്ഷൻ ഡി, ഗോദാവരി. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 3. ഓപ്ഷൻ ബി ആണ് ആൻസർ, 2ഉം 3ഉം ആണ് വരുന്നത്. നെക്സ്റ്റ് 1, ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1853. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് 1, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ജാറിയ. നെക്സ്റ്റ് 1, 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കല. നെക്സ്റ്റ് 1, കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കരിമ്പ് ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്തർപ്രദേശ്. ഓപ്ഷൻ ബി, ഉത്തർപ്രദേശ് ആണ് കരിമ്പ്. നെക്സ്റ്റ് 1, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ജലപാതയിൽ ഏത് ജലപാത ഉൾപ്പെടുന്നു? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. ആൻസർ ഓപ്ഷൻ സി, ദേശീയ ജലപാത 3 ആണ്. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത 3. ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, അഫ്ഗാനിസ്ഥാൻ. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, മഹാത്മാ ഗാന്ധി. ഓപ്ഷൻ എ. നെക്സ്റ്റ് 1, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിൻ്റെ സവിശേഷത അല്ലാത്തത് ഏതാണ്? അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ശുഷ്കമായിക്കൊണ്ടിരിക്കുന്നു. ഓപ്ഷൻ സി ആണ്, ശുഷ്കമായിക്കൊണ്ട് ഇരിക്കുന്നു. നെക്സ്റ്റ് 1,
ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏതനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ സി അനുച്ഛേദം 21A. ഓപ്ഷൻ സി ആണ് 21A. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ആൻസർ ഓപ്ഷൻ ബി 4A. ഓപ്ഷൻ ബി ആണ് 4Aയിലാണ്. 4Aയിലാണ് പ്രതിപാദിക്കുന്നത്. അടുത്തത്, ദേശീയ ഗാനം ആയ ജനഗണമന രചിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് രവീന്ദ്രനാഥ ടാഗോർ. നെക്സ്റ്റ് വൺ, ദേശീയ ഗീതം ആയ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഏത് സമ്മേളനത്തിൽ ആയിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് കൽക്കത്ത കോൺഗ്രസ് സമ്മേളനമാണ് ദേശീയ ഗീതം. നെക്സ്റ്റ് വൺ, ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 3:2. നെക്സ്റ്റ് വൺ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? 1993 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ആൻസർ ഓപ്ഷൻ ബി ആണ് 12 ഒക്ടോബർ 2005. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 12 ഒക്ടോബർ 2005. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അനുച്ഛേദം 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന് ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? സത്യമേവ ജയതേ എന്ന് ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ദേവനാഗരി ലിപി. ഓപ്ഷൻ എ. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കടുവ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാന ബഹുജന സമരം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ സമരം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ രാമൻ നമ്പി. നെക്സ്റ്റ് വൺ, ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റായ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, 2023 ഇന്ത്യ അധ്യക്ഷസ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷസ്ഥാനം വഹിക്കാൻ പോകുന്ന രാജ്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ് ബ്രസീൽ. നെക്സ്റ്റ് വൺ, അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വിശ്വഭാരതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ് 1919 നെക്സ്റ്റ് വൺ, ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തിയ ചോർച്ച സിദ്ധാന്തം ആരുടെ സംഭാവന ആണ്? ഓപ്ഷൻ ബി ദാദാഭായ് നവറോജി. സാരേ ജഹാംസെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സാരേ ജഹാംസെ അച്ഛാ എന്നതിൻ്റെ രചയിതാവ് ആരാണ്? അല്ല, മുഹമ്മദ് ഇക്ബാൽ.
ഓക്കെ, മുഹമ്മദ് ഇക്ബാൽ, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബക്രാനങ്കൽ. നെക്സ്റ്റ് വൺ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ല അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരെന്താണ്? ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിൻ്റെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ, റൗലറ്റ് ആക്ട് ആണ്. ഓപ്ഷൻ എ, റൗലറ്റ് ആക്ട്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇടുക്കി. നെക്സ്റ്റ് വൺ, രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, പി.ടി. ഉഷ. നെക്സ്റ്റ് വൺ, കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2017 കൊച്ചി മെട്രോ. ഓപ്ഷൻ എ, 2017. അടുത്തത്, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പാമ്പാർ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ആണ്? പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ആണ്? ആൻസർ ഓപ്ഷൻ സി, ഭാരതപ്പുഴ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത? ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, നഞ്ചിയമ്മ, 2022. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി. ഓപ്ഷൻ ഡി, ഇടുക്കി. നെക്സ്റ്റ് വൺ, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഇരവികുളം. ഓപ്ഷൻ ഡി, ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, വേമ്പനാട്ടുകായൽ. ഓപ്ഷൻ എ, വേമ്പനാട്ടുകായൽ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, നെയ്യാറ്റിൻകര. ആൻസർ ഓപ്ഷൻ ബി, നെയ്യാറ്റിൻകര. അടുത്തത്, സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, അയ്യങ്കാളി. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, അരുവിപ്പുറം. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആറ്റിങ്ങൽ കലാപം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1924. ഓപ്ഷൻ എ ആൻസർ. നെക്സ്റ്റ് വൺ, ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി ആണ്, അരേ സമാജം. പണ്ഡിറ്റ് കറുപ്പനാണ് അരേ സമാജം. നെക്സ്റ്റ് വൺ, കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽവേ പാത? ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബേപ്പൂർ മുതൽ തിരൂർ വരെ. ബി ആണ് ആൻസർ. നെക്സ്റ്റ്, പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കെ കേളപ്പൻ. ഓപ്ഷൻ ഡി ആണ്, കെ കേളപ്പൻ.
നെക്സ്റ്റ് വൺ, കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. നെക്സ്റ്റ് വൺ, 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം? ആൻസർ ഓപ്ഷൻ എ ആണ് പാരീസ്. അടുത്തത്, പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി VT ഭട്ടതിരിപ്പാട്. നെക്സ്റ്റ് വൺ, മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പലരും ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയം ഏതാണ്? ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. അടുത്തത്, താഴ്ത്തുനിരിക്കുന്ന ജീവികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതല്ല? ആൻസർ ഓപ്ഷൻ ബി ആണ്, 4 മാത്രം. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? കുഷ്ഠം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? ഓപ്ഷൻ ബി സമ്പർക്കം മുഖേന. നെക്സ്റ്റ് വൺ, കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി എന്താണ്? അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്നേഹസ്പർശം. നെക്സ്റ്റ് വൺ, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യരക്തത്തിലെ ശ്വേതരക്താണുക്കൾ ഏതെല്ലാം? ഫാഗോസൈറ്റോസിസ് നടക്കുന്ന ശ്വേതരക്താണുക്കൾ ഏതെല്ലാം ആണ്? ആൻസർ ഓപ്ഷൻ ഡി മോണോസൈറ്റും ന്യൂട്രോഫിലും. പയർച്ചെടിയുടെ സങ്കര ഇനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഭാഗ്യലക്ഷ്മി. വന വിഭവം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മണ്ണെണ്ണ. നെക്സ്റ്റ് വൺ, അമ്ലമഴയ്ക്ക് കാരണമായ വാതകം? ആൻസർ ഓപ്ഷൻ എ ആണ് സൾഫർ ഡൈ ഓക്സൈഡ്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഇന്ത്യ. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ 7. ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? ആൻസർ ഓപ്ഷൻ സി റുദർഫോർഡ്. നെക്സ്റ്റ് വൺ, കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ആൻസർ ഓപ്ഷൻ ഡി സിങ്ക്. നെക്സ്റ്റ് വൺ, ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് 18. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കാർമോയ്സിൻ. നെക്സ്റ്റ് വൺ, ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ ഭ്രമണ ചലനം. ഓപ്ഷൻ ബി ആൻസർ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ രാകേഷ് ശർമ്മ.
പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് എന്ത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അപവർത്തനം. വ്യതിയാനമാണ് അപവർത്തനം. ഓപ്ഷൻ ഡി അപവർത്തനം. അടുത്തത്, ചുവടെ നൽകിയിരിക്കുന്നവയിൽ തവപ്രശ്ന രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, ബാഷ്പീകരണം. ഓപ്ഷൻ സി ബാഷ്പീകരണം. നെക്സ്റ്റ് വൺ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, 1ഉം 2ഉം ആണ്. 1ഉം 2. ഓപ്ഷൻ എ. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 15⁵ + 5. അടുത്തത്, 154 സ്ക്വയറിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് 153 സ്ക്വയറിൻ്റെ വിലയോട് എത്ര കൂട്ടണം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 153 + 184. ഓപ്ഷൻ ബി. നെക്സ്റ്റ് വൺ, ഷാജി ഒരു നോവലിൻ്റെ 2/9 ഭാഗം ശനിയാഴ്ച വായിച്ചു, ബാക്കിയുള്ളതിൻ്റെ 1/3 ഭാഗം ഞായറാഴ്ച വായിച്ചു, ബാക്കിയുള്ള 160 പേജ് തിങ്കളാഴ്ചയും വായിച്ചു. നോവലിൽ എത്ര പേജ് ഉണ്ട്? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, 216. ഓപ്ഷൻ സി. 12/2 പകുതിയുടെ ദശാംശ രൂപം എഴുതുക. ആൻസർ ഓപ്ഷൻ എ ആണ്, 0.0625. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത്, 9/0.9 × 9/0.9 ഡാഷ്. ആൻസർ ഓപ്ഷൻ സി, 100. ഓപ്ഷൻ സി ആണ് ആൻസർ. തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 86. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത്, ഒരു കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക 156ഉം അംശബന്ധം 5:7 ആണ് എങ്കിൽ പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 26. വീട്ടിൽ നിന്നും രാമു 3 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും. 4 km/h വേഗത സഞ്ചരിച്ചാൽ 15 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തും എങ്കിൽ രാമുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂൾ എത്ര അകലെയാണ്? ആൻസർ ഓപ്ഷൻ സി, 8 കിലോമീറ്റർ. അടുത്തത്, 5821 എത്ര നൂറുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 58. ഓപ്ഷൻ ഡി, 58. 2500 രൂപ വിലയുള്ള ഒരു വാച്ച് 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ 20% കിട്ടി. എന്നാൽ വാങ്ങിയ വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 1875. ഓപ്ഷൻ എ ആണ് ആൻസർ. 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 70 സെൻറ്റിമീറ്റർ? ആൻസർ ഓപ്ഷൻ സി ആണ്, 15%. അടുത്തത്, 10 ആളുകളുടെ ശരാശരി വയസ്സ് 36. ഒരേ പ്രായമുള്ള 2 പേരെ കൂടി ഇവരോട് ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 38 ആയാൽ എന്നാൽ പുതുതായി വന്ന അവരുടെ വയസ്സ് എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 48. 32 - (1/5) - 27 - (2/3) എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 7/18. എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാണ് അകത്തക്ക വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ച് നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 70. ആൻസർ ഓപ്ഷൻ എ. മരത്തിൻ്റെ ചുട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ടും
സഞ്ചരിക്കുന്നു. എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് 10 മീറ്റർ വടക്കോട്ടും സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് എത്തുന്നു. 5 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്തു നിന്നും എത്ര അകലെ ആണ്? ആൻസർ ഓപ്ഷൻ ഡി 10 മീറ്റർ. നെക്സ്റ്റ് വൺ 1/2 1/4 1/16 ഡാഷ് 1/6 5 5 3 6 അല്ലേ? വിട്ടുപോയത് പൂരിപ്പിക്കുക. 2 4 60. ആൻസർ ഓപ്ഷൻ ബി ആണ് 1/256 286. രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി 1000 രൂപ മുടക്കി പുതുക്കി പണിയുകയും ചെയ്തു. 2500 രൂപ ചിലവാക്കി പോയിന്റ് ചെയ്യുകയും ചെയ്തു. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വിൽക്കണം? ആൻസർ ഓപ്ഷൻ എ 16,200 രൂപ. 97 ആൻസർ 16,200 രൂപ. ഒരു ഓട്ടോക്കാരൻ്റെ വേഗത 15 സെക്കൻഡിൽ 150 മീറ്ററാണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 36. നെക്സ്റ്റ് വൺ ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് 44%. ഷാജി ഷാൻ ഇവർ കയ്യിലുള്ള തുക 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. എന്നാൽ ഈ തുക 4:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത് എങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 5040. ഇവരുടെ കയ്യിലുള്ള തുക 5040. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇതൊരു പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസർ നമ്മൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു അഗെയിൻ.